Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ ദിനവും നമ്മുടെ കിടക്കയിൽ നിന്നേക്കുന്നതല്ലേ. എന്തെല്ലാം പ്രതീക്ഷകളാണ്. പ്രാക്ടിക്കലായിട്ട് വിജയിച്ചിട്ടുള്ളവർ തലേദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പ് അല്പസമയം പ്രാർത്ഥിക്കും. അതിനുശേഷം പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമമായി ഒന്ന് അടുക്കി വെക്കും. അത് ഒന്നും കൂടെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കഴിയുമ്പോൾ പത്രവായനെല്ലാം കഴിയുമ്പോൾ ഒന്നും കൂടെ നോക്കും. അതിനുശേഷം കുളിയായി ബ്രേക്ക്ഫാസ്റ്റായി നമ്മുടെ ദിവസം ആരംഭിക്കുകയാണ് അല്ലേ. അത് ബിസിനസ്സുകാരനാണേലും തൊഴിലാളിയാണെങ്കിലും വ്യാപാരം നടത്തുന്ന ആളാണേലും ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും ടീച്ചറാണെങ്കിലും ഡോക്ടറാണേലും നേഴ്സാണേലും നേഴ്സെന്ന് പറയാൻ പാടില്ല, നേഴ്സിംഗ് ഓഫീസറാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു മേഖലയിലുള്ള ആളാണെങ്കിലും അങ്ങനെ ചെയ്യും. ചില കർഷക തൊഴിലാളികൾ പറയുന്നേക്കാം, ഇന്ന് വേലാച്ചൻ്റെ അടുത്ത് ഏറ്റു അല്ലെങ്കിൽ വരാരെന്നൊക്കെ വേലയ്ക്ക് വിളിക്കുമ്പോൾ പറയാൻ അവർക്കും പ്ലാനിങ് ഉണ്ട്. തിങ്കൾ മുതൽ ബുധൻ വരെ വേലാച്ചൻ്റെ പാടത്തും അത് കഴിഞ്ഞ് അവറാച്ചൻ്റെ പാടത്തും പിന്നെ ഒരു ദിവസമുള്ളത് അങ്കച്ചൻ്റെ അടുത്തും ഇങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇങ്ങനെ പ്ലാനിങ് ഇല്ലാതെ ജീവിച്ചാൽ ജീവിതം എവിടെയും എത്തത്തില്ല. ഞാൻ എൻ്റെ ഓരോ ദിവസവും പ്രീ പ്ലാൻ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദ മോർണിംഗ് എഗെയിൻ ഐ പ്രീ പ്ലാൻ മൈ പ്രോഗ്രാംസ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ പറ്റി? സാർ അവിടെ നിന്നു. അപ്പം പ്രീ പ്ലാൻ ചെയ്ത് വേണം ജീവിക്കാൻ. അങ്ങനെ വരുമ്പം ചിലപ്പോൾ ഒന്ന് കോട്ടയം പോകുമ്പം വണ്ടി ഓടി കോട്ടയം പോവുകയാണ്, പല കാര്യം ചെയ്യാം. തിരിച്ചു വരുമ്പോൾ പല ചെയ്യാം. ടോട്ടലി നമുക്കൊരു ദിവസം വിൻ ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഒത്തിരി ആയല്ലോ കണ്ടിട്ട്. ആണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പം അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുക അല്ലേ. അപ്പം പലരും ചിന്തിക്കും, ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഞാനൊരു കർഷകനാണ്, ഞാനൊരു എൻജിനീയറാണ്, ഞാനൊരു ഡോക്ടറാണ്, എനിക്കെന്ത് പ്ലാൻ ചെയ്യാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും നമ്മളൊന്നും പൂർണ്ണമല്ല. ഒരു ഡോക്ടർ എത്ര പഠിച്ചെന്ന് ഞാൻ പൂർണ്ണമാണ്. വീണ്ടും പഠിക്കണം. ഓൾമോസ്റ്റ് ഓൾ ദി ഡേയ്സ് ഇൻവെൻഷൻസ് ആർ ഗോയിങ് ഓൺ എവരിവെയർ around the universe, we must grab it and properly hand it over to our patients or customers. Then only we can say that I am going in the right way. അതാണ് ഇത് ശരി. ഒരിക്കൽ MBBS പഠിച്ചു, ഒരിക്കൽ MD എടുത്തു, അല്ലെ ഒരിക്കൽ മറ്റെന്തെങ്കിലും എടുത്തു, കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് പഠിക്കുന്നതായിരിക്കില്ല നാളത്തെ സത്യം. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചില വിഭാഗക്കാർ കിഴക്കോട്ട് നോക്കി ഇന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പം അവരൊക്കെ പള്ളി പണിത കാലത്ത് അത് കിഴക്കോട്ടായിരുന്നു. ഇപ്പം അത് വടക്കോട്ട് പോവുക സൂര്യനെ. പക്ഷെ എന്നാലും അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് കിഴക്കാണെന്നും പറഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കൗതുകം തോന്നും. വിശ്വാസം അതല്ലേ എല്ലാം. എല്ലാവരും ഒറ്റ പറഞ്ഞത് എന്നുവെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് എപ്പോഴും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ മീൻ ടൈം സണ്ണും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇന്നേരത്തില്ലേ ഞാനൊരു വൈദികനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകേണ്ടതുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ പോകുമ്പം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹം, അതിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ പുള്ളിക്ക് കോയിൻസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് അതിൻ്റെ കൂടെ പുള്ളിയുടെ ബോസ് വഴക്ക് പറയും, രണ്ട് ഇതിന് പോകാതിരിക്കുമ്പോൾ ആ സന്ദർഭം ഞങ്ങൾ ചർച്ച ചെയ്തപ്പം ഞങ്ങളങ്ങ് വല്ലാതെ ചിരിച്ചു പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു, സൈമൺ, ഞാൻ പറഞ്ഞു യെസ് സൈമൺ, ഞാനില്ലെങ്കിലും സൂര്യൻ ഉദിക്കുമല്ലേ എന്ന് ചോദിച്ചു. 10 പ്രാവശ്യം ഉദിക്കും. പിന്നെ ഞങ്ങൾ അരമണിക്കൂർ ചിരിയായിരുന്നു. എന്നറിയാം എന്നുവെച്ചാൽ ഞാൻ ഈ കല്യാണത്തിന് പോകും എന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങളത് അരമണിക്കൂർ ഞാൻ ചിരിച്ചു പോയി. കാരണം വെച്ചാൽ ഞാനില്ലെങ്കിലും സൂര്യ ഉദിക്കുന്നു. പുള്ളിക്ക് ഒരു വെളിപാടുണ്ടായത് അപ്പോഴാണ്. ഏതാ
നമ്മൾ ചിലർക്കൊരു വിചാരമുണ്ട്, ഞാൻ കഴിഞ്ഞാൽ എല്ലാം തീർന്നു, വെറുതെയാണ്. ഞാൻ കഴിഞ്ഞാൽ എന്നേക്കാൾ മിടുക്കനായവനൊരുത്തം പുറകെ വരുന്നുണ്ട്, വരും. ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കാര്യം, ഞാൻ നേരെ ബോധ്യമുള്ള ആളാണ്. പത്രങ്ങളൊക്കെ എഴുതി, ഇനി എന്ത്. അത് കഴിഞ്ഞെന്താ രാഹുൽ ഗാന്ധി വന്നു, സഞ്ജയ് ഗാന്ധി വന്നു, അത് കഴിഞ്ഞ് മോദിജി വന്നു. ഇങ്ങനെ മാറി മാറി വരും. ഓരോ കാലഘട്ടത്തിൽ ഓരോരോ സൃഷ്ടികൾ ഉയർന്നു വരും. അല്ല ഞാൻ കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ കഴിഞ്ഞാൽ അന്ത്യം എന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തുക, എൻ്റെ കൂടെ എന്നും എൻ്റെ ബോഡി ഗാർഡായിട്ടുണ്ട്. എന്നെ ആരെങ്കിലും നോക്കിയാൽ അവൻ കുരച്ചുകൊണ്ട് ചാടും. സ്ട്രേ ഡോഗാ, ഞാൻ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല, അല്പം ഇങ്ങനെ സ്നേഹിക്കും. അവനെ വല്ലൊരു അറ്റാക്ക് ചെയ്യാൻ പൊണ്ണോന്നൊക്കെ പറയും, ഇത്രേ ഉള്ളൂ. പക്ഷെ അവൻ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കറിയാം അത് പ്രശ്നമാണ്, ഒരു ദിവസം അവൻ എന്നെ കയറി കടിക്കും. ഓക്കെ, സ്ട്രേ ഡോഗിനെ കൺട്രോൾ ചെയ്യേണ്ട കാലം കഴിഞ്ഞല്ലേ, ഭയങ്കരമായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യത്തിനും ഒരു പ്ലാനിങ് വേണം. നമ്മളാരും ഞാൻ കഴിഞ്ഞാൽ ഭൂമി അവസാനിച്ചെന്ന് വിചാരിക്കരുത്. പിന്നെ ഏറ്റവും മിടുക്കുള്ള ആളാരാണെന്നറിയാമോ? ഏറ്റവും മിടുക്കുള്ളവൻ താൻ ആർജിച്ചെടുത്ത സിദ്ധിവിശേഷങ്ങൾ കൈമാറി ഒരു പിൻതലമുറയെ സൃഷ്ടിക്കുന്നവനാണ് വിജയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറിയ സമൂഹത്തിൽ ഒരാൾ ഭയങ്കര സ്മാർട്ടാണ്. ആ സ്മാർട്ട്നെസ് വെച്ച് അയാൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോവുക. ഒരാൾക്കൊന്നും പറഞ്ഞു കൊടുത്തില്ല, ഒരു സെക്കൻഡ് ഹാൻഡിനെ വളർത്തിയെടുത്തില്ല. അയാളിങ്ങനെ പോയി വന്നവർക്കെല്ലാം ഇഷ്ടമാണ്, അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്, ഏതെങ്കിലും ഒരു തങ്കപ്പനോ അഹമ്മദോ മിടുക്കനാണെന്ന് പറയുക. അങ്ങനെ പോയി അവസാനം എന്തായി? ഈ തങ്കപ്പൻ ഒരു ദിവസം വീണു, ആ സമൂഹമേ തീർന്നു പോയി. എന്താ കാര്യം? ഒരു സെക്കൻഡ് ലെഫ്റ്റനൻറ്റിനെ വളർത്തിക്കൊണ്ട് വന്നില്ലായിരുന്നു. മറിച്ച് അയാൾ മിടുക്കനായിരുന്നെങ്കിൽ അയാളോടൊപ്പം നിൽക്കുന്ന ആ കുടുംബത്തിലെ ആ കൂട്ടുകാരെ കൂടെ നല്ല മിടുക്കരെ, ഏറ്റവും ന്യൂനതയില്ലാത്തവരെ കണ്ടെത്തി പരിശീലിപ്പിച്ച് അവൻ എൻ്റെ പിൻഗാമിയാക്കിയേനെ. അങ്ങനെ ആക്കാത്ത ഒരാളും വിജയിക്കത്തില്ല, പരാജയമായിരിക്കും അൾട്ടിമേറ്റ്ലി. എങ്ങനെ പോയ കുടുംബമാണ്, അയാളുടെ കാലശേഷം എല്ലാം തകർന്നു പോയി. എങ്ങനെ പോയൊരു പള്ളിയാണ്, അയാളുടെ കാലശേഷം അങ്ങനെ ഇങ്ങനെ ഒരു പള്ളി. പിന്നെ അവിടെ ചേഞ്ച് ചെയ്ത പ്രീസ്റ്റുമാരൊക്കെ വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു പോസിറ്റീവായ സമൂഹം വളർന്നു വരണമെങ്കിൽ വി മസ്റ്റ് ഷെയർ അവർ knowledge and we must try to lead them in the proper way. അൺലെസ് അതർവൈസ് അത് ശരിയല്ല, അത് വിജയിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. പിന്നെ പ്രത്യേകം നന്ദിയുണ്ട്, ഇന്നലെ ആ റോഡൊക്കെ അങ്ങനെ നോക്കാൻ ചെയ്തല്ലോ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ശക്തി കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അദ്ദേഹം മോർണിംഗ് വാക്കിന് വന്നതാണ്. അപ്പം റോഡ് കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ ഞങ്ങളുടെ ആ കുറച്ച് റോഡ് പോയി അവിടെയെല്ലാം കോൺക്രീറ്റ് ചെയ്ത് പുള്ളി പൈസ മുടക്കി സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരുണ്ട് ഈ ലോകത്തല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ഈ ലോകം നന്നായിട്ട് പോകുന്നതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും നാം സംശീകരിച്ച അറിവും പക്വതയും പരിജ്ഞാനവും ഷെയർ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നല്ല കഴിവും പ്രാപ്തിയുള്ള മിടുക്കൻ, അയാൾ എല്ലാ ജോലിയും എല്ലാവർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാലേ എങ്ങനെയാവും? ചുറ്റുമുള്ളവരെല്ലാം അലസരാകും അല്ലേ, അവരവരുടെ ക്രയശേഷിയോ ബുദ്ധിസാമർഥ്യമോ ഉപയോഗിക്കാതാവും അല്ലേ. അതുകൊണ്ട് അതുപോലെ വി മസ്റ്റ് ഷെയർ എവറിത്തിങ് ദാറ്റ് വി ഹാവ് അച്ചീവ്ഡ് ഫ്രം ലേണിംഗ് ഓർ എക്സ്പീരിയൻസ് ഓർ, മനസ്സിലായോ? ഓക്കെ, കീപ് ഇറ്റ് അപ്പ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.